ബ്യൂട്ടി മാർക്കിന്റെ 1ാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വിദ്യാർത്ഥികളിലെ അക്രമ മനോഭാവം സമഗ്രമായ പഠനത്തിന് വിധേയമാക്കണമെന്ന് വിസ്ഡം സ്റ്റുഡൻസ് ധർമ്മസമര സംഗമം. വണ്ടൂർ മണ്ഡലം സമിതി വാണിയമ്പലം ടൗൺ സ്ക്വയറിൽ വെച്ച് സംഘടിപ്പിച്ച ലഹരിക്കെതിരെ ധർമ്മസമര സംഗമം പെരിന്തൽമണ്ണ ന്യൂ ഹോപ്പ് ഡി അഡിക്ഷൻ സെന്റർ ഡയറക്ടർ ജമാൽ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഇതിനിരയായി ലഹരിയുമായി ബന്ധപ്പെട്ട മാഫിയ സംഘങ്ങൾ അവരേറെ വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മാഫിയ ഓരോ ക്യാമ്പസിലും സ്കൂളിലും അതുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥലങ്ങളിലും അവർ തമ്പടിക്കുകയും അവർ രഹസ്യമായി ഇത് നൽകുകയും ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥി, അതായത് ഒരു പ്രായം ചെന്ന ആളെ ലഹരിയിലേക്ക് നയിക്കുന്നേക്കാൾ ഏറ്റവും ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ കിട്ടിയാലാണ് അവിടെ ബിസിനസ് വിജയിക്കുക എന്ന ഒരു വലിയ തന്ത്രം പ്രത്യേകിച്ച് ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലഹരിക്ക് ഏറെ സ്ഥാനം നൽകുകയും ആ മാഫിയ വഴിയുള്ള രഹസ്യമായ വിൽപ്പന നടക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുന്നത്. ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ മെയ് 11 പെരിന്തൽമണ്ണ വെച്ച് നടക്കാനിരിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത്. വിസ്ഡം സ്റ്റുഡൻസ് മണ്ഡലം സെക്രട്ടറി എം ആഷിഫ് നിഹാൽ അധ്യക്ഷത വഹിച്ചു. KT മുഹമ്മദ് അലി, വാർഡംഗങ്ങളായ ഷൈജൽ എടപ്പറ്റ, M ദസാബുദ്ദീൻ, KP അബ്ദുൾ റസാഖ്, C ഷബീർ അലി, മൻസൂർ അമാനി, ഫൈസൽ അൽ ഹിക്കമി, KP അജ്മൽ, ഇല്യാസ് ബാബു, ഹനാൻ ബിൻ നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ.